ഓ ഇന്നവൻ നേരത്തെ വന്നാ. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. എന്താളിയാ പോളിയിൽ ഇറങ്ങിയാണോ? നേരത്തെ ആണല്ലേ? അപ്പുറത്തെ സ്റ്റോപ്പിൽ പോയി കേട്ടോ. ഞാനിവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന്. കുറേ നേരമായിട്ട് ഇവിടെ വന്ന് വായി നോക്കിയിരിക്കോ, ഒറ്റ ഒരെണ്ണത്തെയും കാണുന്നില്ലല്ലോ. വീട്ടുകളെല്ലാം ഇവിടെ പോയോ? നമ്മളില്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളാണ് ഇവിടെ. ഇതെപ്പം വന്ന് എവിടെ പോന്ന്? വീട്ടിൽ പോവാനായിരുന്നു. ഹർത്താലല്ലേ? ഇന്ന് ഹർത്താലാണോ? ആ ഹർത്താലാ. ഞാൻ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ചുമ്മാ വല്ല ഒരെണ്ണത്തെയും കാണാഞ്ഞത്. എന്തായാലും ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ. പോകുന്നു ഇത്രയും ലഗേജും തൂക്കിക്കൊണ്ട്. അയ്യോ അത് കുഴപ്പമില്ല, ഞാൻ എടുക്കാം. അല്ല അയ്യോ വേണ്ട, ഞാൻ കൊണ്ടോ. അയ്യോ അത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ നമുക്കൊരു പരസഹായം അത്രേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിഞ്ഞിട്ടേ, അതിഞ്ഞ് തന്നേ. അയ്യോ വെയിറ്റ് ഉണ്ടല്ലേ. ചേട്ടനെ കണ്ടത് എന്റെ ഭാഗ്യമാ. ഓ എന്റെയും ഭാഗ്യതാ. എവിടുന്നാ വരുന്നേ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുവാ. ആണോ? ഇവിടെ വീട്? ഇവിടെ അടുത്താ, കുറച്ച് പോയാ മതി. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആണോ? ഞാൻ അങ്ങനെ അധികം പുറത്തൊന്നുമില്ല, ഞാനങ്ങ് വെളിയിലല്ലേ പഠിക്കുന്നത്. ഇനിയും കുറെ ദൂരം ഉണ്ടോ? ഇച്ചിരി അടുത്ത്. കൈ ഒരു കുഴപ്പമില്ല. വേണ്ട പോട്ട്. എവിടാ, പഠിക്കുവാണോ? ആ പഠിക്കുവാ. വല്ല സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങാണോ? എന്താ കട്ടയാന്ന് തോന്നുന്നു. ഇതിനകത്ത് നല്ല വെയിറ്റ്. പിടിക്കണോ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ സൂപ്പറല്ലേ. പോ. തോട്ടി മീനൊക്കെ ഉണ്ടോ? തോട്ടിയിൽ മീൻ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് പോ, വീട്ടിൽ എത്തണ്ടേ? അതെ. അയ്യോ വരാം. എടി കൊച്ചെ, ഈ കൊച്ചി ഇറങ്ങണോണ്ട് ഇതെല്ലാം കൂടെ ചുമപ്പിച്ചോണ്ടേ കൊണ്ടുപോവാ. നീ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ആ ഫോൺ എടുത്തിട്ടൊക്കെ മേടിച്ചു പിടി കൊച്ചേ. പെമ്പിള്ളക്ക് എന്തോത്തിന്റെ കുഴപ്പം? വേണ്ട, അമ്മയ്ക്ക് വിവരമുണ്ട്, ഇവക്കില്ല. ഇനിയും പാലുണ്ടോ? ഓ മതി. കുഴപ്പമില്ല. ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. ഇതോ? ഇതിനൊരു കുഴപ്പമില്ലല്ലോ, നല്ല സുഖം. പിന്നെ പാറ, നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് പോയാലോ? ചേട്ടാ ഇരിക്കണ്ട, ബാ പോവാം. വീടെത്തി. ഇതാ വീട്. അതാണ് വീട്? അയ്യോ വീടെത്തി. ചേച്ചി ഇത്ര ആഡംബരമൊന്നും വേണ്ട. ഇല്ല, ഒന്നും ചെയ്യത്തില്ല. മിന്നെ നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെടി. അത് ചേച്ചി സഹായിക്കാൻ വന്ന അങ്കിളാ. ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് ചേച്ചി എത്ര നേരം കൊണ്ട് നോക്കി നിൽക്കുക. ഇതാണോ മോള് പറഞ്ഞ കക്ഷി? ഇത് തന്നെ കക്ഷി. ഇതിന്റെ ഇടയ്ക്ക് എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തല്ലേ? നന്നായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയ്യോ മോള് വന്നോ? എത്ര നാള് കൂടി എന്റെ കൊച്ചിലല്ലേ ആളുന്നത്. ഇതാരെയാടി കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നേ? നീ കുടുംബത്തിന് പേരുദോഷം കഴിപ്പിച്ച് അടങ്ങുള്ളോ? ഇതാരാ കണ്ട ബംഗാളിയോ? ബംഗാളിയോ? അങ്കിളായി ബംഗാളിയായി. ഇതിലും ഭേദം പട്ടിയെ പരിചയപ്പെടുത്തിയതായിരുന്നു. അമ്മ ദേഷ്യപ്പെടണ്ട, ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അമ്മ അകത്തോട്ട് വാ. എനിക്കൊന്നും കേൾക്കണ്ട. രണ്ടും കൂടെ കൂടി നീ കുടുംബം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു. അമ്മേ അതൊന്നുമല്ല അമ്മേ കാര്യം. ഇന്ന് ഹർത്താലല്ലായിരുന്നു, അവൾ എങ്ങനെ വരുമായിരുന്നു? അതിന് ഞങ്ങൾ കണ്ടൊരു മാർഗം ഇത്, അയാളെ കൊണ്ട് ചുമപ്പിക്കാൻ. എൻ്റെ പൊന്നെ ചേച്ചി, ഞാൻ ഇതെല്ലാം കൂടെ തൂക്കിക്കൊണ്ട് എനിക്ക് നടക്കാനും വയ്യ. ഹർത്താലാണെന്നൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെ ഒരുത്തൻ നിപ്പുണ്ട്. കണ്ടിട്ടൊരു പൂവാലൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്.
നോക്കട്ടെ, അവനെങ്ങനെ വളച്ചെടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ പെട്ടിയും കൊണ്ട് ഞാൻ അങ്ങ് എത്തും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. ഇതെപ്പം വന്നു? ആണോ മക്കളെ? ആ, അല്ലെങ്കിൽ എന്റെ മക്കളെ എനിക്ക് പണ്ടേ വിശ്വാസമായിരുന്നു. എന്റെ മക്കളെ അങ്ങനെ ഒന്നും ചെയ്യല. ഒരു ചക്കര ഉമ്മ.